ഏവർക്കും നെല്ലും പതിരും എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. വിവാഹബന്ധം എന്ന് പറയുന്നത് ദൈവഹിതപ്രകാരമാണ്. നിങ്ങൾക്കറിയാം 10% ദമ്പതികൾക്ക് മക്കൾ ഇല്ല. ഇപ്പൊ കല്യാണം കഴിക്കുന്നതിനേക്കാളും പാടാണ് പിള്ളേരുണ്ടാകാൻ. കല്യാണം കഴിക്കാനുള്ള ഒരു പ്രായത്തിൽ കല്യാണം കഴിക്കണം. 30-35 വയസ്സൊക്കെ ആയിട്ട് കെട്ടാം. അന്നേരം നമ്മളൊരു അച്ചായൻ മോഡിലേക്ക് മാറും. നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും. ഇപ്പൊ വിവാഹം അതൊക്കെ ചുമ്മാ ഒരു തോന്നലാണ്. വിവാഹം അതൊന്നും കാര്യങ്ങളൊന്നും അല്ല. പുരുഷനും കൂടെ കല്യാണം കഴിക്കുന്നു. അവർക്ക് ജന്മത്തിൽ പിള്ളേരുണ്ടാവുമോ? ഇല്ല. ഇപ്പൊ എന്നെ ജീവിതത്തിൽ തോൽപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ്. പക്ഷെ എന്നിട്ടും മനുഷ്യന് കല്യാണം കഴിക്കാൻ കുറച്ചുകൂടെ ധൈര്യം ഉണ്ടായിരുന്നു. പുറത്ത് പോള് കല്യാണം കഴിക്കാതിരിക്കണ്ട, കല്യാണം കഴിച്ചു. ഇന്ന് നമ്മൾ ഫാക്ട് ചെക്കിങ്ങിന് വിധേയമാക്കുന്നത് വിവാഹം എന്ന വിഷയമാണ്. നെല്ലും പതിരും എന്ന പരിപാടിയിൽ ഒപ്പമായിരിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത അഭിവന്യ മാർ തോമസ് തറയിൽ പിതാവാണ്. പിതാവിനെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവാഹത്തെക്കുറിച്ച് പിതാവിന്റെ ഈയിടെ വൈറലായ ഒരു റീൽ ഇറങ്ങുകയുണ്ടായി. ആമുഖമായി നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. നമ്മളിപ്പം ഈ കല്യാണം കഴിക്കുമ്പോഴേക്കും അവര് നോക്കണത് ഒരു മിനിമം സാലറി, നല്ല സാലറി വേണം, അങ്ങനെ നോക്കും. പക്ഷെ ബാക്കി അവർക്ക് ജോലി പ്രശ്നമില്ല, അവര് കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നുള്ളൂ. അപ്പോഴേക്ക് ഇത്രയും 30-31 വയസ്സ് തൊട്ട് 32-33 വയസ്സുള്ള കല്യാണം കഴിക്കാത്ത എത്ര ആൾക്കാരുണ്ട്? ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇവിടെ തന്നെ ഉണ്ട് ഒരുപാട് പേര്. പിന്നെ അല്ലാതെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി സത്യം പറഞ്ഞാൽ ഒരു പണിയില്ലാത്തവനൊക്കെ എങ്ങനെ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുന്ന ഓർത്താണ്. എന്തെങ്കിലും ജോലി വേണ്ടേ? അത് നല്ലതല്ലേ? അധ്വാനികളായ ഒരു ചെറുപ്പക്കാരന് കല്യാണം കഴിച്ചു കൊടുത്താൽ തെറ്റില്ല. അധ്വാനിയായിരിക്കണം, ജോലി ചെയ്യുന്നവനായിരിക്കും. ചുമ്മാ നടക്കുന്നവർക്ക് കല്യാണം കഴിക്കാനുള്ള യോഗ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചുമ്മാതെ തെക്ക് വടക്ക് നടക്കുന്നവർ. ഞാൻ പണ്ടൊരു പയ്യനെ പരിചയപ്പെട്ടു. അവനിങ്ങനെ നാട്ടിലെ ഒരു പെണ്ണിനെ പ്രേമിച്ച് നടക്കാം. അവനോട് ചോദിച്ചു, എടാ നിനക്ക് എന്നാ ജോലി തന്നെ? ഞാൻ പ്രൈവറ്റ് ആയിട്ട് പഠിക്കുക. എന്നതാ? ഹിസ്റ്ററി. ഓ, നീ ഇത് പഠിച്ചിട്ട് എന്നെ എടുക്കാരാ? ഇങ്ങനെ പറയാനായിട്ട് അവനൊരു പേരിന്. എന്നിട്ട് ബൈക്ക് എടുത്ത് കറങ്ങി നടക്കാണ്. അവന്റെ അപ്പൻ എന്നോട് പറയാണ്, അവന്റെ പെങ്ങന്മാരെ കെട്ടിക്കാനോർത്ത് 5-6 തേക്ക് വെച്ചായിരുന്നു. ഈ ആശാൻ ഒരു ദിവസം രാത്രി അത് വെട്ടിക്കൊണ്ടുപോയാണ് ഈ ബൈക്ക് മേടിച്ചത്. അവന് പെണ്ണ് കെട്ടാനായിട്ട് യോഗ്യതയുണ്ടോ? ഇല്ല. അവൻ ഒരിക്കലും കെട്ടാൻ പാടില്ലെന്നാണ് എന്റെ അഭിപ്രായം. കാരണം അവൻ അധ്വാനിക്കത്തില്ല, അവന് ജോലി ചെയ്യത്തില്ല. അതേസമയം ചില പെൺകുട്ടികളുണ്ട്, അവര് വലിയ ജോലി ഉള്ളവരെ മാത്രമേ കെട്ടത്തുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. ജോലിയുള്ളവരെയൊക്കെ കിട്ടും, പക്ഷെ അവർക്ക് പറ്റിയവരായിരിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു കൺസേൺ നല്ല ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ആണോ എന്നുള്ളതാണ്. കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ആണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കണം. ജോലി നമുക്ക് പിന്നീടാണെങ്കിലും കിട്ടും. പക്ഷേ ജീവിതത്തിനൊരു ക്രമമൊക്കെ വേണം. ചുമ്മാ കുളിക്കുകയില്ല, നനയ്ക്കുകയില്ല, ജോലിയും ചെയ്യത്തില്ല, അതൊഴിയില്ല മുമ്പ് നടക്കുന്ന അങ്ങനെയുള്ളവരെ കല്യാണം അങ്ങനെയുള്ളവരൊന്നും കെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കുറച്ച് സ്റ്റെബിലിറ്റി നോക്കണം. അധ്വാനികളായ ചെറുപ്പക്കാർ ജോലി വലിയതായിട്ട് വേണമെന്ന് ഞാൻ പറയാം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. 25,000 രൂപ വീതമുള്ള ജോലി 2 പേർക്കും കൂടെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ കേരളത്തിൽ ജീവിച്ചു. ദാമ്പത്യ ജീവിതത്തിൽ പണമല്ല പ്രധാനപ്പെട്ട ഘടകം. പണമല്ല, സ്നേഹിക്കാനും ക്ഷമിക്കാനും ഉള്ള കഴിവാണ്. അതുണ്ടെങ്കിൽ സൂപ്പർ ലൈഫാണ്. സ്നേഹിക്കാനും പിന്നെ ക്ഷമിക്കാനുള്ള കഴിവുള്ളവൻ സൂപ്പർ ലൈഫ്. പണമല്ല, പണമൊക്കെ പുറകെ വന്നു. പിതാവ്, ഇപ്പം അങ്ങ് പറഞ്ഞു സ്നേഹിക്കാനും ക്ഷമിക്കുവാനും ഉള്ള ഒരു മനസ്സ് മതി, ഫാമിലി ലൈഫ് വിജയകരമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഇപ്പം അങ്ങ് പറഞ്ഞു. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന്. അപ്പം അങ്ങനെയെങ്കിൽ വിവാഹത്തിന് ശേഷം മാതാപിതാക്കളെ വിട്ട് ജനിച്ചു വളർന്ന വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്ക് താമസിക്കുന്നതിനെ പറ്റി അത് ഉചിതമാണോ? കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് അണുകുടുംബ വ്യവസ്ഥയിലേക്കുള്ള ഒരു മാറ്റത്തെ സഭ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സ്നേഹിക്കാനും ക്ഷമിക്കാനും ഉള്ള കഴിവെന്ന് പറയുമ്പോൾ അതിനകത്ത് അധ്വാനിക്കാനുള്ള കഴിവുകൂടി ഉണ്ട് കേട്ടോ. അധ്വാനം സ്നേഹത്തിൻ്റെ ഒരു സ്വാഭാവികമായ പ്രകാശനമാണ്. കാരണം സ്നേഹം ഉണ്ടെങ്കിൽ അവൻ വെറുതെ നടക്കുകയല്ലോ, അലസനായിട്ട് ജീവിക്കത്തില്ല. സ്നേഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അധ്വാനിക്കും. കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കും, ജീവിത പങ്കാളിക്ക് വേണ്ടി അധ്വാനിക്കും, സമൂഹത്തിന് വേണ്ടി അധ്വാനിക്കും. നമ്മളെ എല്ലാവരെയും അധ്വാനിക്കാൻ പ്രേരിപ്പിക്കുന്ന യഥാർത്ഥത്തിൽ സ്നേഹമാണ്.
അതുകൊണ്ടാണ് ചില മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് അവരെന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചാലും അവരുടെ ശരിയായിട്ടുള്ള ദാമ്പത്യ ജീവിതം പോലും നയിച്ചില്ലെങ്കിലും മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ അധ്വാനിക്കുന്ന മാതാപിതാക്കളുണ്ട്. വലിയ സ്നേഹമാണ്. ഇപ്പോൾ ഗൾഫിൽ ഭർത്താവ് മാത്രമായിട്ട് ഗൾഫിൽ താമസിക്കുന്നു. 11 മാസവും ഈ പാവത്താൻ ഒറ്റയ്ക്ക് അവിടെ ജീവിക്കുകയാണ്. അപ്പം നമ്മൾ പലപ്പോഴും അമ്മമാരുടെ ത്യാഗത്തെക്കുറിച്ചൊക്കെ പറയാറുള്ളൂ, അപ്പൻ്റെ ത്യാഗത്തെക്കുറിച്ച് പറയാറില്ല. എനിക്ക് ജീവിതത്തിൽ ഒത്തിരി അപ്രീസിയേഷൻ തോന്നിയിട്ടുള്ളത് ഈ പുരുഷന്മാരോടാണ്. ഈ 11 മാസം ഇയാൾ അധ്വാനിക്കുന്നത്, ഒറ്റയ്ക്ക് നിന്ന് അവിടെ അധ്വാനിക്കുന്നത്, 1 മാസത്തേക്ക് നാട്ടിൽ വന്ന് ഭാര്യയും മക്കളെയും കാണാം, അവർക്ക് മെച്ചപ്പെട്ട ഒരു ജീവിതം കൊടുക്കാമെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പം ഭാര്യ അയാളുമായിട്ട് ഒരു 2 ആഴ്ചയെങ്കിലും വഴക്ക് പിടിച്ചത് കളയും. പിന്നെ സ്വസ്ഥമായിട്ടൊരു 2 ആഴ്ചയെ കിട്ടത്തുള്ളൂ ഭാര്യയും മക്കളുമായിട്ട്. ആ 2 ആഴ്ച ലക്ഷ്യം വെച്ച് ഈ പാവത്താൻ ഗൾഫിൽ ജോലി ചെയ്യുകയാണ് 11 മാസം. എന്തോ ഒരു വലിയ ത്യാഗമാണ്. എന്താണ് അയാളെ അതിന് പ്രേരിപ്പിക്കുന്നത്? സ്നേഹമാണ്, സ്നേഹം മാത്രമാണ്. അപ്പോൾ സ്നേഹമുള്ളവൻ ഒരിക്കലും അലസനായിട്ട് നടക്കത്തില്ല. നമ്മുടെ ഈ ചെറുപ്പക്കാർക്ക് അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഈ അധ്വാനിക്കാതെ ചുമ്മാ നടക്കുക. ഇപ്പം ഞാൻ പണ്ടൊരിക്കലും ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് അവളുടെ ഭർത്താവിനെയും കൊണ്ട് വന്നു. ഇവർ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണേ. അപ്പോൾ ഇവൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം, അവൻ ജോലിയും ചെയ്യത്തില്ല. അവൻ എൻജിനീയറാ, അവൻ രാവിലെ മുതൽ വീട്ടിൽ തന്നെ ഉണ്ട്. ഇവള് പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുക, ഓഫീസിൽ പോയിട്ട് വൈകുന്നേരം. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ രാവിലെ ഓഫീസിൽ പോകുമ്പം അവൻ കട്ടിലേ കടന്ന് TV കാണുന്നു, ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ അവൻ സോഫായെ കടന്ന് TV കാണുന്നു, ഞാൻ അത്താഴം ഉണ്ടാക്കി വിളിക്കുമ്പോൾ അവൻ നിലത്ത് കടന്ന് TV കാണുന്നു. ഇവനെ ഒന്ന് എഴുന്നേപ്പിച്ചിരുത്താവോ അച്ഛ എന്ന് ചോദിച്ചാണ് അവൾ എൻ്റെ അടുത്ത് വന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല, ഇവർ തമ്മിൽ പ്രണയത്തിന് ഇപ്പോഴും കുറവൊന്നുമില്ല, പക്ഷേ അധ്വാനിക്കത്തില്ല. ഞാൻ അവനോട് ചോദിച്ചാൽ പറയാ, അച്ഛാ അവളങ്ങനെയൊക്കെ പറയും, പക്ഷേ കാനഡയിൽ നിന്നൊരു കോള് വരുന്നു, കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 2 ലക്ഷം രൂപ സാലറി കിട്ടും. ഞാൻ പറഞ്ഞു, ഈ പ്രശ്നം തീർന്നല്ലേ, ഇവൻ കാനഡയ്ക്ക് പോകല്ലേ. അപ്പോൾ അവൾ പറഞ്ഞു, ഇത് പറഞ്ഞുകൊണ്ട് ഈ കിടപ്പ് തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് എൻ്റെ കമ്പനിയിൽ തന്നെ അവന് ജോലി കിട്ടും, 2 എൻജിനീയേഴ്സാണ്. ഉടനെ അവൻ പറയാ, ഇവിടെയൊക്കെ ജോലി ചെയ്താൽ എന്നാ കിട്ടും? വെറും 40,000 രൂപ കിട്ടും. ആർക്ക് വേണം? ഞാൻ പറഞ്ഞു, ആർക്കും വേണമെങ്കിൽ എനിക്ക് തന്നേരും, എന്നാലും നീ പോയി ജോലി ചെയ്യേ. അതാണ് നമ്മുടെ ചില ആമ്പിള്ളേരുടെ ഒരു സ്വഭാവം. നാട്ടിൽ അവൻ ജോലിക്ക് പോകത്തില്ല, അവന് കിട്ടുവാണെങ്കിൽ മിനിമം 2 ലക്ഷം രൂപയൊക്കെ കിട്ടണം. അതിപ്പോൾ ഇവിടെ ഒന്നും കിട്ടത്തില്ലല്ലോ, അതുകൊണ്ട് പുറത്തെങ്ങാനും പോകണം. ഇവിടെയാണെങ്കിലും ചെറിയ ജോലി ചെയ്ത് സന്തോഷമായിട്ടൊക്കെ ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. ഈ 25,000, 30,000, 40,000 സാലറി കിട്ടുന്ന ചെറുപ്പക്കാരുണ്ട്. അവർക്ക് നല്ല ഭംഗിയായിട്ട് വലിയ കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റും. പക്ഷേ ഈ അധ്വാനത്തിൻ്റെ ഒരു പ്രശ്നം അവിടെയുണ്ട്. അപ്പോൾ അധ്വാനിക്കണം, സ്നേഹത്തിൻ്റെ ഭാഗമാണ് അധ്വാനം. ഇപ്പോൾ പോൾ ചോദിച്ച ചോദ്യം, ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു, പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് സ്ത്രീയോട് ചേരുമെന്ന് പറയുമ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് മാറി വേറെ വാടക വീട് എടുക്കണോ, താമസിക്കണോ എന്നുള്ളതാണ് ചോദ്യം. ചിലപ്പോൾ പെൺപിള്ളേർ ചിലപ്പോൾ ഈ ഭർത്താക്കന്മാരെ അങ്ങനെ നിർബന്ധിക്കുകയും ചെയ്യും. നമ്മളവിടെ അപ്പൻ്റെയും അമ്മയും പറയുന്നതൊന്നും കേൾക്കണ്ട, നമുക്ക് പോയി നമ്മുടെ ജീവിതമായി. അപ്പം ഇതിനകത്ത് ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള തെറ്റായ ചില കാഴ്ചപ്പാടുകളാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കണം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും, നമ്മുടെ ലോകം, നമുക്ക് മാത്രം എന്നുള്ള ഒരു തെറ്റായ സ്വാർത്ഥതയുടെ ചിന്ത ഈ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്നു. ഇനിയും ചിലയിടത്തൊക്കെ മാതാപിതാക്കളുടെ കൂടെ ജീവിക്കാൻ വലിയ പാടായിരിക്കും കേട്ടോ, വലിയ പാടായിരിക്കും. പക്ഷെ അപ്പോൾ പോലും ആ മാതാപിതാക്കളോട് ക്ഷമിച്ച് അവരിത്രയും നാൾ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചതാണല്ലോ എന്നോർത്ത് ത്യാഗപൂർവ്വം അവരുടെ കൂടെ ജീവിക്കുന്ന ദമ്പതികളുണ്ട്. അവരുടെ മക്കൾക്കാണ് അതിൻ്റെ പ്രയോജനം കിട്ടുന്നത്. അവരുടെ കുഞ്ഞുങ്ങൾ നല്ല ക്യാരക്ടറുള്ള പിള്ളേരായിട്ട് വരും. കാരണം എന്താ, ഇത്രയും ബുദ്ധിമുട്ടിക്കുന്ന ഈ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ എൻ്റെ അപ്പനും അമ്മയും സഹിച്ച് സ്നേഹിച്ച് ജീവിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത അവരെ നല്ല ക്യാരക്ടറുള്ള ആൾക്കാരായിട്ട് മാറും. അവരെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു വിട്ടോ, അവരെ ഏത് സാഹചര്യത്തിൽ പോലും പിടിച്ചു നിൽക്കും. കാരണം അവർ കണ്ടു വളരുന്നത് അതാണ്, ക്ഷമിക്കാനുള്ളൊരു കഴിവ്. ഇനി തീർത്തും വലിയ ബുദ്ധിമുട്ടാണ്, വലിയ പീഡനമാണ്, കഷ്ടപ്പാടാണ്, ഇവരുടെ ദാമ്പത്യ ജീവിതം തകർക്കുന്ന രീതിയിലുള്ള സ്വാധീനങ്ങൾ മാതാപിതാക്കളിൽ നിന്നൊക്കെ ഉണ്ടായാൽ, അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, സംശയമാണ്. കാരണം അങ്ങനെ ഉപദ്രവിക്കുന്നവർ കാണത്തില്ല. ചിലപ്പോൾ ചില മാതാപിതാക്കളുടെ ചില സ്വഭാവ പ്രത്യേകതകളൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് മാറി താമസിക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് പറയും. കാരണം കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, പ്രയോറിറ്റി കൊടുക്കേണ്ടത് എപ്പോഴും ദാമ്പത്യ ജീവിതത്തിന് തന്നെയാണ്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ദാമ്പത്യ ജീവിതത്തിനും അവരുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിനും തന്നെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അത് മാതാപിതാക്കളും കൂടെ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാവണം. അവർക്ക് ആവശ്യത്തിന് സ്വാതന്ത്ര്യമൊക്കെ
കൊടുക്കണം. അല്ലാതെ എല്ലാ കാര്യത്തിലും അവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ അവർ പാടില്ല. അതൊക്കെ പ്രായോഗിക ജീവിതത്തിൽ അവർ പാലിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കൂട്ടുകുടുംബങ്ങൾക്ക് വലിയൊരു നന്മയുണ്ട്. ഇത് വലിയ കൂട്ടുകുടുംബമൊന്നുമല്ല. അപ്പൻ്റെ അമ്മയുടെയും കൂടെ മകനും മകളും കൂടെ കല്യാണം കഴിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്നത് വലിയ കൂട്ടുകുടുംബത്തിൻ്റെ അവസ്ഥയൊന്നുമല്ല. പക്ഷേ അതിൻ്റെതായ നന്മയുണ്ട്. കാരണം ഈ മാതാപിതാക്കളും മക്കളും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു ആവാസ വ്യവസ്ഥ, അത് അവരുടെ മക്കളിലേക്ക് വരുമ്പോൾ അതൊരു വലിയ പരിശീലനമായിട്ട് മാറുകയാണ്. നമ്മളെയൊക്കെ പലപ്പോഴും പല കാര്യങ്ങളും ജീവിതത്തിൽ പഠിപ്പിക്കുന്നത് ഗ്രാൻഡ് പേരൻസ് ആണല്ലോ, മാതാപിതാക്കളാണ്. അപ്പോൾ അത് ശരിയായിട്ട് ആ ദൗത്യം നിർവഹിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്നതിൻ്റെ ഒത്തിരി നന്മകളുണ്ട്. ഒന്നുമില്ലെങ്കിലും പിള്ളേരെ ഒരു ദിവസത്തേക്ക് ഇവരുടെ അടുത്ത് വിട്ടിട്ട് ഈ ദമ്പതികൾക്ക് ഒരു ദിവസം തന്നെ ഒന്ന് ഇച്ചിരി വർത്തമാനം പറയാനോ ഒക്കെ ഒന്ന് പോകാമല്ലോ. അല്ലെങ്കിൽ കൊച്ചിനൊരു അസുഖം വന്നാൽ നോക്കാനായിട്ട് പേരൻസ് ഉണ്ട്, ഇവർക്ക് ജോലിക്ക് പോകാം. അപ്പോൾ ഒത്തിരി പ്രായോഗികമായ നന്മകൾ അതിനകത്ത് ഉണ്ട്. പോളിന്റെ സംശയമാകുന്ന പതിരുകളൊക്കെ മാറി എന്ന് തോന്നുന്നു ഉത്തരത്തിലൂടെ. അടുത്തതായി ഈ ഒരു വിഷയം അതോർത്ത് പോള് കല്യാണം കഴിക്കാതിരിക്കണ്ട, കല്യാണം കഴിച്ചു. അടുത്തതായി ആർക്കാണ് പിതാവിനോട് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് സംശയങ്ങൾ ഉന്നയിക്കുവാനുള്ളത്? പിതാവേ, എൻ്റെ പേര് അലക്സ് എന്നാണ്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടെ ഇരുന്നപ്പോൾ 2-3 പേരൊക്കെ വിവാഹം കഴിച്ചിട്ട് 5 വർഷം അല്ലെ 6 വർഷം അടുത്തായിട്ടുണ്ട്. ഞങ്ങൾ തമാശയ്ക്ക് അവരോട് ചോദിച്ചു, നമ്മുടെ സമുദായ ശാക്തീകരണ വർഷമൊക്കെ അല്ലേ, നിങ്ങൾക്ക് തന്നെ ഇതുവരെയായിട്ടും കുഞ്ഞുങ്ങളൊന്നും ആകാത്തതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവരുടെ മറുപടി എന്ന് പറയുന്നത് ഇപ്രകാരമായിരുന്നു: ഞങ്ങളൊന്നും കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് ഇപ്പം വേണമെന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പിള്ളേരില്ലാത്ത ഒരു ലൈഫാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നീ കണ്ടില്ലേ, ജോലി നേടുന്നു, ശമ്പളം കിട്ടുന്നു, അതുകൊണ്ട് ഞങ്ങൾ വിദേശ രാജ്യങ്ങൾ പോകുന്നു. ഞങ്ങളുടെ വിവാഹം തന്നെ കണ്ടില്ലേ, ഞങ്ങൾ ആരെയും വിളിക്കാതെ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ഒന്ന് വിവാഹം നടത്തിയിട്ട് മാറ്റിവെച്ച തുക കൊണ്ട് ഞങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കറങ്ങി, ഞങ്ങൾ ലോകം മൊത്തം ചുറ്റി സഞ്ചരിച്ചെന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള യുവജനങ്ങളോട് പിതാവിൻ്റെ അഭിപ്രായം എന്തുമായിരിക്കും? അവരെ ഒന്നും വിധിക്കാൻ നമ്മളാളല്ല. അവരായി അവരുടെ പാടായി അവരുടെ തീരുമാനങ്ങളായി. പക്ഷേ അവരിലേക്ക് തന്നെ ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ് അതിനകത്തൊരു വിവാഹബന്ധം എന്ന് പറയുന്നത്. ദൈവഹിതപ്രകാരമാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ദൈവ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പം ദൈവ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണെങ്കിൽ അവരങ്ങനെ പറയില്ല, ഒരിക്കലും പറയില്ല. കാരണം ദൈവമാണ് രണ്ടുപേരെ ഒരുമിപ്പിക്കുക. ദൈവമാണ് അവർക്ക് പിള്ളേരെ കൊടുക്കുന്നത്. കിട്ടുമ്പോൾ മേടിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളിതേ കല്യാണം കഴിച്ച് കൊച്ചിനെ ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞാൽ അവിടെ തരാനൊന്നും ആരൊന്നുമില്ല. നിങ്ങൾക്കറിയാം, 10% ദമ്പതികൾക്ക് മക്കൾ ഇല്ല. ഇപ്പോൾ ചിൽഡ്രൻ ആർ നോട്ട് അവർ റൈറ്റ് എന്ന് പറയാറുണ്ട്. ചിൽഡ്രൻ ആർ ദ ഗിഫ്റ്റ്സ് ഓഫ് ഗാഡ്, അല്ലേ? ദൈവത്തിൻ്റെ ദാനങ്ങളാണ് മക്കൾ, നമ്മുടെ അവകാശമല്ല. ഇപ്പോൾ കല്യാണം കഴിക്കുന്നതിനേക്കാളും പാടാണ് പിള്ളേരുണ്ടാകാൻ, അല്ലേ? ഉണ്ടായില്ലെങ്കിലോ പഞ്ചായത്തിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യുക, ഇതെന്നാ ഉണ്ടാകാത്ത. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിട്ടത് മാറും. അപ്പോൾ കുഞ്ഞുങ്ങളെ ദൈവം തരുമ്പോൾ സ്വീകരിക്കുക എന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല. ഇപ്പം ഇങ്ങനെയൊക്കെ വലിയ മേനിയൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അടിച്ചു പൊളിച്ച് ജീവിക്കാം, പൈസ കൊണ്ട് ഞങ്ങളത് വിദേശ രാജ്യത്ത് പോകുന്നു, വരുന്നു, ഫ്ലൈറ്റ് കയറുന്നു, ഇറങ്ങുന്നു. ഇതെല്ലാം കഴിയുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ മടുക്കും മക്കളെ. കാരണം ഈ മടുപ്പല്ലേ ലൈഫ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മടുപ്പാണല്ലോ. ഒരേ കാര്യം തന്നെ ഇങ്ങനെ ചെയ്ത് മടുത്ത് ഇങ്ങനെ പോകും. അപ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ ഇവർക്ക് പിള്ളേരും ഇല്ല, ഒന്നുമില്ല, ഇവർക്ക് തന്നെ ഒരു വിരസതയൊക്കെ ആകും. ഇപ്പോൾ കല്യാണം കഴിക്കാനൊരു പ്രായമുണ്ട്, പിള്ളേരെ ജനിപ്പിക്കാനൊരു പ്രായമുണ്ട്, അവരെ വളർത്താനൊരു പ്രായമുണ്ട്. ഇത് നമ്മൾ തോന്നുന്ന പോലെ ഇതെല്ലാം അങ്ങ് നീട്ടി അങ്ങ് പോയി കഴിഞ്ഞാൽ ഇത് ഓരോന്നും ചെയ്യാനുള്ള ആവേശം നമുക്ക് കുറഞ്ഞു പോകും, അല്ലേ? കല്യാണം കഴിക്കാനുള്ള ഒരു പ്രായത്തിൽ കല്യാണം കഴിക്കണം. അല്ലാതെ 30-35 വയസ്സൊക്കെ ആയിട്ട് നക്കട്ട. അന്നേരം നമ്മളൊരു അച്ചായൻ മോഡിലേക്ക് മാറും. നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ പറയും, വലിയ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യും. അപ്പോൾ നമുക്ക് ഇച്ചിരി രാഷ്ട്രീയം, സമൂഹമൊക്കെ ചർച്ച ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. ആ കാലത്ത് കല്യാണമൊക്കെ കഴിച്ചാൽ എന്ത് ബോറായിരിക്കും, അല്ലേ? അപ്പോൾ കല്യാണം കഴിക്കാനുള്ള ഒരു പ്രായത്തിൽ കല്യാണം കഴിക്കണം. കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാനുള്ള ഒരു പ്രായത്തിൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കണം, അവരെ അത് വളർത്തണം. ഇനി ഇന്ന് വിവാഹം എന്ന് പറയുന്നത് 2 വ്യക്തികളിലേക്ക് ഒതുങ്ങുന്നതല്ല. ദൈവം ഒരിക്കലും അങ്ങനെയല്ല അതിനെ കാണുന്നത്. വിവാഹം 2 ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, ദൈവ സ്നേഹത്തിന് സാക്ഷ്യം കൊടുക്കണം, സ്നേഹവിനിമയം. ഈ ഭാര്യാഭർത്താക്കന്മാരുടെ സ്നേഹം കണ്ട് ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുക, അതൊരു സാക്ഷ്യമാണ്. 2, കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാവുകയാണ്. അപ്പോഴാണ് ക്രൈസ്തവമായ വിവാഹത്തിന്
പൂർണ്ണതയുണ്ടാകുന്നത്. അപ്പോഴാണ് ഇവരുടെ ജീവിതത്തിനാണെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാകുന്നത്. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഈ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തപ്പോൾ ഞാൻ ചില ദമ്പതികളെ കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, കർത്താവേ, ഇവർക്കൊരു കൊച്ചുണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. ഈ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ഒത്തിരി ശ്രദ്ധ അവരങ്ങ് എടുക്കും. നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലേലും അവർക്ക് സമയം കൊടുക്കണം. അന്നേരത്തേക്ക് ഈ വഴക്ക് പിടിക്കാനുള്ള നേരമൊക്കെ ഇച്ചിരി കുറയും. രണ്ടുപേരും കൂടെ കൊച്ചിനെ വളർത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും. അത് ഇവർ തമ്മിലുള്ള ബന്ധം വളർത്തും. കുറച്ചുകൂടെ ഒരുമിച്ച് തീരുമാനം എടുക്കുന്നു, ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നു. കൊച്ചിനൊരു പനി വന്നാൽ ഏത് ആശുപത്രി കൊണ്ടുപോകണം എന്നുള്ളത് ചർച്ച ചെയ്യുന്നു. അവർ തിരിച്ചു വരുമ്പോൾ അവർ രണ്ടുപേരും വർത്തമാനം പറയുന്നു. അപ്പോൾ അത് അവരുടെ തന്നെ ജീവിതത്തെ ഒതുക്കുകയാണ്. ഇനി ഒരു കൊച്ചു മാത്രമുള്ള ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്, കർത്താവേ, ഇവർക്ക് ഒരു കൊച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും രൂക്ഷമാവില്ലായിരുന്നു. ഈ വൺ ചൈൽഡിലേക്ക് മാത്രമായിട്ട് അങ്ങോട്ട് കോൺസെൻട്രേറ്റഡ് ആയി ഉള്ള പ്രശ്നങ്ങൾ. അപ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുറച്ചും കൂടെ ശ്രദ്ധ അങ്ങോട്ട് മാറും. കുട്ടികളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് കുടുംബത്തിൻ്റെ ബാലൻസും കുറച്ചും കൂടെ സെറ്റാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളെല്ലാം നേരത്തെ കല്യാണം കഴിക്കുകയും മിനിമം 5 പിള്ളേർക്കെങ്കിലും ജന്മം കൊടുക്കുകയും ചെയ്യണം കേട്ടോ. എന്നാലേ ഈ ചർച്ച ഇനി മുന്നോട്ട് പോകത്തുള്ളൂ. ഇപ്പം തീരുമാനം പറയണം. ഇനി വിവാഹം എന്ന വിഷയത്തെക്കുറിച്ച് ചോദിക്കുവാനായി കൈ ഉയർത്തിയിരിക്കുന്നത് റിയേലാണ്. റിയേലിന്റെ സംശയം പിതാവിനോട് ചോദിക്കാം. പിതാവേ, ഇപ്പോൾ വിവാഹത്തിനപ്പുറം നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ഈ സെയിം സെക്സ് മാരേജും ഈ ലിവിങ് ടുഗദറും ഒക്കെ ഒത്തിരി പുതിയ കൺസെപ്റ്റുകൾ ആഘോഷിക്കുന്ന സമയമാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ പല റിയാലിറ്റി ഷോകളിലും എന്താ പറയുക, ഗേ കപ്പിൾസിനെയും ലെസ്ബിയൻ കപ്പിൾസിനെയൊക്കെ അവരുടെ ജീവിത ശൈലികളെയൊക്കെ ഒത്തിരി പുകഴ്ത്തി കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യുവജനങ്ങളായ ഞങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്തീയ യുവജനങ്ങളായ ഞങ്ങൾ, എങ്ങനെയാണ് ഈ കൺസെപ്റ്റുകളെ സ്വീകരിക്കേണ്ടത്? ഇത് വാസ്തവമാണ്. റിയൽ പറഞ്ഞത് റിയലായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതായത് റിയാലിറ്റി ഷോകളിലെല്ലാം ഗേ കപ്പിൾസിനെ കൊണ്ടുവരുന്നു, ലെസ്ബിയൻ കപ്പിൾസിനെ ഒരു പുതിയ മോഡൽ ഇവർ പ്രസന്റ് ചെയ്ത് പോപ്പുലർ ആക്കി എടുക്കുക. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉയരുന്നില്ലല്ലോ. സ്വാഭാവികമായിട്ട് പുരുഷനും സ്ത്രീയും കൂടെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഒരു കൾച്ചറാണ് പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ളത്. അതിന് വലിയൊരു വ്യത്യാസമൊന്നും ഇവിടെ ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ ഇവര് ഒരു പുതിയ ഒരു മോഡൽ അവതരിപ്പിച്ച് അതിന് പോപ്പുലാരിറ്റി കൊടുത്ത് കൊണ്ടുവരികയാണ്. സെക്കുലറൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഭൗതികമായിട്ട് മാത്രം കാണുന്ന ഒരു രീതി. ഭൗതികവാദത്തിൻ്റെ ഒരു കുഞ്ഞാണ് ഈ സെക്കുലറൈസേഷൻ. അതിൻ്റെ പ്രധാനപ്പെട്ട ശ്രദ്ധ എന്താണ്? നിലവിലുള്ള സ്ഥാപനങ്ങളെയെല്ലാം തകർക്കുക. ഇപ്പോൾ വിവാഹം, അതൊക്കെ ചുമ്മാ ഒരു തോന്നലാണ്. വിവാഹം അതൊന്നും കാര്യങ്ങളൊന്നുമല്ല. അതിനെ അങ്ങ് തകർക്കുക. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹത്തെ തകർക്കുക. അതിലൂടെ സംഭവിക്കുന്നത് എന്താണ്? പുരുഷനും കൂടെ കല്യാണം കഴിക്കുന്നു. അവർക്ക് ജന്മത്തിൽ പിള്ളേരുണ്ടാവുമോ? ഇല്ല. അപ്പൊ അതിലൂടെ സെൽഫ് ഡിഫീറ്റിംഗ് ആയിട്ട് മാറുകയാണ് നമ്മുടെ കൾച്ചർ. സെൽഫ് ഡിഫീറ്റിംഗ് ആയിട്ട് മാറുകയാണ്. നിങ്ങളെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ മനഃശാസ്ത്ര പഠനത്തിലും എന്നെ ഒത്തിരി ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യം, നമ്മളിലെല്ലാവരിലും സ്വയം തോൽപ്പിക്കുന്ന ചില പ്രവണതകളുണ്ട്. നമ്മളെ തന്നെ തോൽപ്പിക്കുക. ഇപ്പൊ എന്നെ ജീവിതത്തിൽ തോൽപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ്, വേറെ ആരുമല്ല. ഞാൻ ഇത്ര നാളും വിചാരിച്ചോളാം വേറെ ആരാണ്ടാക്കി എനിക്കിട്ട് പണി തന്ന അല്ല. തിരിച്ചറിയുകയാണ് ഞാൻ തന്നെ. എൻ്റെ ചില തീരുമാനങ്ങൾ, എൻ്റെ ചില ഇഷ്ടങ്ങൾ, എൻ്റെ ചില വികാര പ്രകടനങ്ങൾ, എൻ്റെ ചില തെരഞ്ഞെടുപ്പുകൾ, ഇതാണ് എന്നെ ജീവിതത്തിൽ തോൽപ്പിച്ചത്. അതുപോലെ തന്നെ എന്നെ വിജയിപ്പിച്ചതും എൻ്റെ ചില തീരുമാനങ്ങളും തെരഞ്ഞെടുപ്പുകളുമാണ്. അപ്പം ഈ സെൽഫ് ഡിഫീറ്റിംഗ് ടെൻഡൻസീസ് എല്ലാവരിലും ഉണ്ട്. അതുപോലെ തന്നെ അത് ഇച്ചിരി കൂടിക്കഴിയുമ്പോഴാണ് സെൽഫ് ഡിസ്ട്രോയിങ് ടെൻഡൻസീസ് ആയിട്ട് മാറും. വെള്ളമടിക്കുക, കഞ്ചാവടിക്കുക, പിന്നെ വേണ്ടാത്ത ബന്ധങ്ങൾക്കെല്ലാം പോവുക, അറിഞ്ഞോണ്ട് ചില നശിപ്പിക്കുന്ന ബന്ധങ്ങളിലേക്ക് ചെന്ന് വീഴുക. ഈ ലിവിങ് ടുഗദർ എന്നൊക്കെ പറഞ്ഞാൽ എന്നതാ? ഒരു കോൺട്രാക്റ്റോ ഒരു ഉടമ്പടിയോ ഒന്നുമില്ലാതെ ചുമ്മാ പോയി ഒരുമിച്ച് താമസിക്കുക. ഒരുമിച്ച് താമസിച്ച് സെക്ഷുവൽ ലൈഫ്, ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സെക്സ് മാത്രമാണ്. വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്? സ്നേഹമല്ലേ? അതൊന്നും ഇല്ലാതെ ഒരുമിച്ച് ജീവിക്കുക. സ്നേഹം ഉണ്ടെങ്കിൽ നിനക്ക് വിവാഹം കഴിക്കുന്നതിന് എന്നാ കുഴപ്പം? അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് നിലനിൽക്കുന്നതല്ലേ. വിവാഹം കഴിക്കുന്നതിന് എന്താ തെറ്റ്? വിവാഹത്തിൽ നിന്നെ തടയുന്നത് എന്താണ്? എന്നിട്ടോ ഈ ലിവിങ് ടുഗദർ എല്ലാം കഴിഞ്ഞിട്ട് ഇവരൊരു വിവാഹബന്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് ആത്മാർത്ഥതയായിരിക്കും അവർക്കുള്ളത്? എന്ത് ആത്മാർത്ഥതയാണുള്ളത്? അവർക്ക് തന്നെ കുറ്റബോധം.
അപ്പൊ ഇങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം കൂടെ വന്ന് അവരുടെ ഭാവി ജീവിതത്തെ മുഴുവൻ തകർക്കുക. സെൽഫ് ഡിസ്ട്രോയിങ് ടെൻഡൻസീസ് ആണ്. അത് കഴിയുമ്പോഴാണ് ഈ സൂയിസൈഡൽ ടെൻഡൻസീസിലേക്ക് മാറുന്നത്. സെൽഫ് ഡിഫീറ്റിംഗ്, സെൽഫ് ഡിസ്ട്രോയിങ്, പിന്നെയുള്ളത് സൂയിസൈഡൽ. ഇത് നമുക്ക് സമൂഹത്തിലും കാണാം. ഇപ്പോൾ ഈ പറയുന്ന ഗേ മാരേജ്, അതൊരു സെൽഫ് ഡിഫീറ്റിംഗ് ആണ് സമൂഹത്തെ സംബന്ധിച്ച്. കാരണം നിലനിൽപ്പില്ല. പിന്നെ രണ്ട് പുരുഷന്മാർ തമ്മിൽ ലൈംഗിക ബന്ധം പുലർത്തി പിള്ളേരൊന്നും ഉണ്ടാകുന്നില്ല, സർവൈവൽ ഇല്ല, കമ്മ്യൂണിറ്റി അതോടുകൂടി തീരുകയാണ്. രണ്ട് സ്ത്രീകൾ തമ്മിലായി, കമ്മ്യൂണിറ്റി തീരുകയാണ്. അപ്പം അതുകൊണ്ടാണ് സഭ ഒരിക്കലും അങ്ങനെയുള്ള വിവാഹബന്ധങ്ങളെ ഒരിക്കലും അനുവദിക്കാതെ. കാരണം എന്നോട് ഒരു ഗേ എന്ന് ക്ലെയിം ചെയ്യുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ടാണ് സഭ ഞങ്ങളെ ഉൾക്കൊള്ളാത്തത്? ഞാൻ പറഞ്ഞു, സഭ നിങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട്. സഭ നിങ്ങൾക്കുള്ള അജപാലന ശുശ്രൂഷകളെല്ലാം നൽകാൻ തയ്യാറാണ്. പക്ഷേ വിവാഹത്തെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ഒരു വെളിപാട് സഭയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്താണ്? വിവാഹം സ്ത്രീയും പുരുഷനും തമ്മിലാണ്. അത് മാറ്റി എഴുതാൻ ഒരു മാർപ്പാപ്പയ്ക്കും ഒരു സാർവത്രിക സുനഹദോസിനും ആർക്കും അനുവാദമില്ല. നമ്മുടെ വിശ്വാസങ്ങൾ ചില വിശ്വാസങ്ങളാണ്. വിവാഹത്തെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസം സ്ത്രീയും പുരുഷനും തമ്മിലുള്ളതാണ് വിശ്വാസമെന്നും അത് സ്നേഹവിനിമയത്തിനും സന്താന ഉൽപാദനത്തിനും വേണ്ടിയാണെന്നുള്ളതുമാണ്. ആ വിശ്വാസം മാറ്റി എഴുതാൻ നമുക്ക് അനുവാദമില്ല. ഇത് വചനത്തിലുണ്ട്, സഭയുടെ പാരമ്പര്യങ്ങളിലുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾക്ക് റെസ്പെക്റ്റിന് കുറവൊന്നുമില്ല. നിങ്ങൾക്ക് ലൈംഗികമായ ഒരു ഓറിയന്റേഷൻ ഇതാണെന്ന് പറയുമ്പോൾ അതിനും ഞങ്ങൾക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ചും ചോദ്യങ്ങളുണ്ടാവാം. പക്ഷേ വി റെസ്പെക്ട് വാട്ട് യു ആർ. പക്ഷെ അതിൻ്റെ പേരിൽ സഭയുടെ വിശ്വാസം മാറ്റാനൊന്നും നിങ്ങൾ നിർബന്ധിക്കരുത്. സഭയുടെ വിശ്വാസം മാറ്റാൻ ഞങ്ങൾക്കാർക്കും അവകാശമില്ല. ലിവിങ് ടുഗദർ ഞാൻ പറയും ഒത്തിരി ചെറുപ്പക്കാരെ നശിപ്പിക്കുന്ന പ്രവണതയാണ്. സങ്കടകരമാണ്. ഞാൻ അങ്ങനെയുള്ള പലരെയും കണ്ടിട്ടുണ്ട്. അവരുടെ ആഫ്റ്റർ മത്ത്, അവരുടെ പിന്നീടുള്ള ജീവിതം കണ്ടിട്ടുണ്ട്. അവരുടെ മാനസികവും വൈകാരികവുമായ ജീവിതത്തെ എങ്ങനെയാണ് ഈ ലിവിങ് ടുഗദർ നശിപ്പിച്ച് ഒരു പരുവത്തിലാക്കിയതെന്ന് കണ്ട് സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ ഒരു ചോയ്സ് ആയിരുന്നു. നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? ഇനി നമ്മളുടെ സമയം അവസാനിക്കാറായി. ഇനി ഇതേ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു റിയ കുറച്ചു നേരമായി എന്തോ പിതാവിനോട് എനിക്ക് ചോദിച്ചേ പറ്റൂ എന്നുള്ള. റിയ ചോദിക്കുക. പിതാവ്, ഇപ്പം നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ കണ്ടുവരുന്ന ഒരു രീതിയാണ് നമ്മൾ വിദേശത്തേക്ക് പോകാനുള്ള ലക്ഷ്യം വെച്ച് മാത്രമായിട്ട് നേരത്തെ അവർ മാരേജസ് ഒക്കെ രജിസ്റ്റർ ചെയ്തിടും. പിന്നെ ഈ PR കിട്ടുക അല്ലെങ്കിൽ സ്പൗസ് വിസ കിട്ടാൻ വേണ്ടിയിട്ട് ഫേക്ക് മാരേജസ് നടത്തുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മുടെ ഈ വിവാഹം എന്നൊരു കൂദാശയുടെ പവിത്രത നഷ്ടപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്? പിതാവിൻ്റെ അതിൻ്റെ ഒരു ഫേക്ക് മാരേജ് എന്ന് മാത്രമല്ല, ഫേക്ക് ആയിട്ടുള്ള എല്ലാം തന്നെ ശരിയല്ല. നമ്മളൊന്നും ഫേക്കായിട്ട് ചെയ്യാൻ പാടില്ല. പക്ഷേ നമ്മുടെ ചെറുപ്പക്കാരുടെ ഇന്നത്തെ ഒരു പ്രത്യേക നീഡിനോട് സഭയൊന്ന് പ്രതികരിച്ചതാണ് അങ്ങനെ ഒരു പെർമിഷൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വിസ റിക്വയർമെൻറ്റ്സിന് വേണ്ടി കല്യാണം കഴിഞ്ഞാൽ ഉടനെ തന്നെ വിദേശ രാജ്യത്തേക്ക് ഭാര്യയും ഭർത്താവിനും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി നേരത്തെ പോയി രജിസ്റ്റർ ചെയ്തോ? അത് പക്ഷേ എന്നാലും ഇപ്പോൾ സത്യവാങ്മൂലം തരണം, ഞങ്ങൾക്ക് ഔദാശികമായ സ്വീകരണത്തിന് ശേഷം മാത്രമേ ഈ വിവാഹബന്ധം, ദാമ്പത്യ ബന്ധം ആരംഭിക്കൂ എന്ന് അവരെഴുതി ഒപ്പിട്ട് തന്നു. നമ്മളതങ്ങ് വിശ്വസിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും സഭയുടെ ഒരു കരുതലാണ്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കണം. അവർക്ക് എത്രയും പെട്ടെന്ന് ഒരുമിച്ച് ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാകാൻ വേണ്ടി സഭ ഈ കാലത്തിൻ്റെ ഒരു നീഡ് മനസ്സിലാക്കി നൽകിയിരിക്കുന്ന ഒരു എക്സെപ്ഷനാണത്. അത് അപ്പോഴും അവർ എന്നാൽ ഞങ്ങൾ രജിസ്റ്റർമാരെ കഴിച്ചല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ദാമ്പത്യബന്ധം തുടങ്ങുകയല്ല, മറിച്ച് ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി കൂദാശയായിട്ടിത് സ്വീകരിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഒരുമിച്ച് ദാമ്പത്യബന്ധം ആരംഭിക്കത്തുള്ളൂ. കാരണം അത് പവിത്രമാണ് എന്നുള്ളൊരു ബോധ്യത്തിൽ വളരെ ടെക്നിക്കലായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാത്രമാണ് സഭ അതിനെ കരുതുന്നത്. ഫേക്ക് മാരേജ് എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ അമേരിക്കയിൽ പോയി അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു അമേരിക്കക്കാരിയുമായിട്ട് പോയി കല്യാണം കഴിക്കുക, എന്നിട്ട് കുറച്ചാൾ കഴിയുമ്പം ഡൈവോഴ്സ് മേടിക്കുക. അതൊന്നും ഒരിക്കലും ചെയ്യാൻ നമ്മുടെ ചെറുപ്പക്കാർ തയ്യാറാകരുത്. കാരണം അത് അവരെ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്കെല്ലാം നയിക്കും. നമ്മുടെ ലക്ഷ്യം അമേരിക്കയിൽ പോകുന്നതല്ല, സ്വർഗത്തിൽ പോകുന്നതാണ്. ഇന്ന് ഇവിടെ ആയിരുന്ന യുവജനങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങൾക്ക് കൃത്യമായി സംശയ നിവാരണം നടത്തിയ അഭിവന്യ തോമസ് തറയിൽ പിതാവാണ്. അഭിവന്യ പിതാവിന് നെല്ലും പതിരും എന്ന പരിപാടിയുടെ പേരിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. വിവാഹം എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ഫാക്ട് ചെക്കിങ്ങിലൂടെ കടത്തിവിട്ടത്. നെല്ലും പതിരിലും നമുക്ക് വീണ്ടും കാണാം. നന്ദി.
എന്ത് വിശ്വസിച്ച് ഒരു പാർട്ണറിനെ ഈ ഒരു കാലഘട്ടത്തിൽ തിരഞ്ഞെടുക്കാൻ പറ്റും? ഫോട്ടോ വളരെ സോഫ്റ്റ് ആയിരുന്നെങ്കിലും സ്വഭാവം വളരെ ഹാർഡാണ് എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നും. ദൈവം നമ്മളെ കാണുന്ന കണ്ണുകളും നമ്മൾ മനുഷ്യനെ കാണുന്ന കണ്ണുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരു ടോക്സിക് സ്പൗസ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആ ഒരു ബന്ധത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കാതെ വിവാഹമോചനം ചെയ്യുന്നതിനോട് പിതാവിന്റെ അഭിപ്രായം എന്താണ്? ടോക്സിക് സ്പൗസസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. നാട്ടുകാർ ഇടപെട്ടായിരുന്നു ചിലരുടെയൊക്കെ കുടുംബ വഴക്ക് തീർത്തോണ്ടത്. ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ എന്ത് മാന്യമായിട്ടാണ് അവർ വഴക്ക് പിടിക്കുന്നത് പോലും. എങ്ങനെയാണ് ഒരു ഐഡിയൽ ആയിട്ടുള്ള വധു, അല്ലെങ്കിൽ ദൈവം എനിക്ക് തന്നതാണ് എന്ന് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു വധുവിനെ അല്ലെങ്കിൽ വരനെ സ്വീകരിക്കാൻ എനിക്ക് പറ്റുന്നത്? അൺസർട്ടനിറ്റി ഉണ്ട് എല്ലാ ബന്ധങ്ങൾക്കും. അധ്വാനിക്കുന്ന ചെറുപ്പക്കാർക്ക് ഈ കേരളത്തിൽ വലിയ കുഴപ്പമില്ലാതെ ജീവിക്കാം. കുഞ്ഞുങ്ങളെ നോക്കുന്നതാണ് ഏറ്റവും വലിയ ജോലി.